നമസ്കാരം, ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്നിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് നമുക്ക് യുഎസിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്രയോള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ക്രയോൺസിന്റെ ഒരു സ്ഥലമായിരുന്നു, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ട് നമ്മൾ തിരിച്ച് വണ്ടി കയറുന്നതിലാണ് നമ്മൾ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മൾ ഇന്ന് വീണ്ടും വണ്ടി കയറിയതിന് ശേഷമുള്ള ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ആദ്യം നേരെ പോകുന്നത് സിപ്പ് ലൈൻ്റെ ഒരു ഗോ എബ് സിപ്പ് ലൈൻ ആൻഡ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. പേര് പോലെ തന്നെ സിപ്പ് ലൈനും അഡ്വഞ്ചർ പാർക്കും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടെ വന്നെത്തിയിട്ടുണ്ട്. അവിടെ വന്നെത്തി നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോയി. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഗ്ലൗസും കാര്യങ്ങളൊക്കെ അവർ തരുവേ. അപ്പം ആക്ടിവിറ്റി നമ്മുടെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഗ്ലൗസും കാര്യങ്ങളും കിട്ടിയപ്പോൾ കുട്ടികൾ പിന്നെ ബോട്ട്സിങ്ങിൻ്റെ പരിപാടിയായിരുന്നു. സിപ്പ് ലൈനൊക്കെ അത് കഴിഞ്ഞിട്ടാവാലോ എന്ന് പറഞ്ഞു. അല്ല, സ്റ്റാഫിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ സിപ്പ് ലൈനിൽ എന്താ പറയുക, ആ ഗ്ലൗസും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ളതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ബോട്ട്സിങ് എല്ലാമായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നമ്മൾ ഓരോരുത്തരായിട്ട് നമ്മൾ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമല്ലേ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാഷ്റൂമൊക്കെ പോയി കഴിഞ്ഞിട്ട് വരുമായിരുന്നു. ഇതുപോലെ ഒരു കുട്ടി ഷോപ്പും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. അവിടെ പോയി അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം അവർ തരുന്നുണ്ടായിരുന്നു. സ്റ്റാഫ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നാണ് ഗ്ലൗസും കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സിപ്പ് ലൈൻ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങളെല്ലാം അവർ വെച്ച് തരുമായിരുന്നു, ഇട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നത് ആക്ച്വലി പിള്ളേര് 4 പേരും അതുപോലെ തന്നെ പപ്പയും ചേട്ടനും സനയും കൂടിയിട്ടാണ് കേട്ടോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഞാനും മമ്മിയും ചേച്ചിയും മാറി നിന്ന് ആക്ടിവിറ്റീസ് കാണുന്ന പരിപാടികളായിരുന്നു ഞങ്ങൾ. അവരെ പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാർ വേണ്ടേ, എല്ലാവരും കൂടി കയറി അങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അപ്പം ഞങ്ങൾ അങ്ങ് മാറി നിന്ന് പ്രോത്സാഹിപ്പിക്കാം എന്ന് വിചാരിച്ചു. ഇതെല്ലാം അത് ഓരോരുത്തർക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യം ഇത് 2 സെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം അതിനകത്ത് ഒരു സെക്ഷനിലേക്ക് സച്ചുവിന് കയറാൻ പറ്റില്ല, ഒറ്റൊരു സെക്ഷൻ മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നുള്ള ഇതിലുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് എന്തോ എനിക്ക് തോന്നുന്നു ആ 2 സെക്ഷനിലായിട്ട് കയറുന്നതുകൊണ്ടായിരിക്കാം അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വേണ്ടാന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്കുള്ള അത്രയും സംഭവങ്ങൾ അവൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഇതൊരു ട്രയൽ പോലെ എങ്ങനെയാണ് അതിനകത്തുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ട്രയൽ എന്ന് പറഞ്ഞ പോലെ അവർ കാണിച്ചിട്ടാണ്. അപ്പം എങ്ങനെയാണ് ഇതുപോലെ റോപ്പിലൂടെ നടക്കണം, അത് കഴിഞ്ഞ് പിന്നെ ഇത് നമുക്ക് അവിടെ സ്ട്രക്ക് ഉണ്ടാവുമല്ലോ, അപ്പം അതെങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാനായിട്ട് എങ്ങനെ അത് എടുക്കും എന്നുള്ളതൊക്കെ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എങ്ങനെ എടുക്കണം അതെല്ലാം അവിടെ നിർത്തി പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും അങ്ങനെ സൈഡിലേക്ക് തിരിച്ച് കഴിയുമ്പോഴേക്കും അത് ഈസി ആയിട്ട് നമുക്ക് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റും. അവിടുന്ന് പിന്നെ സിപ്പ് ലൈൻ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ എങ്ങനെയാണ് വന്ന് ലാൻഡ് ചെയ്യേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാനുണ്ട്. അതാണ് ആക്ച്വലി സച്ചുനുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ക്ലിപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ ക്ലിപ്പ് ചെയ്യണം, ക്ലിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പോൾ സച്ചുൻ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം അടുത്ത ആളോട് വരാൻ പറയുന്നത് സനയും അങ്ങനെ പോയിട്ടോ. അപ്പം ഇങ്ങനെ ഓരോന്ന് അവരെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പുറത്ത് അടുത്ത സ്റ്റാഫ് ഡുങ്കുടൂനും ഇങ്ങനെ 2 സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ 2 സെക്ഷനായിട്ട് ഓരോരുത്തർ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. ഇതല്ലാട്ടോ മെയിൻ. ഞാൻ ആക്ച്വലി ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചു. ആക്ച്വലി ഇതല്ലായിരുന്നു. ഇത് ആക്ച്വലി ഒരു ട്രയൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് അവർക്ക് അവിടെ നിന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ആക്ടിവിറ്റീസിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം അവരിവിടെ നിന്ന് എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഇത് കറക്റ്റായിട്ട് അവർ നല്ല സ്റ്റാഫായിരുന്നു കേട്ടോ. എടുത്ത് പറയണം, അവർ കൂടെ നിന്ന് ഉള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലായിരുന്നു സ്റ്റാഫിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നല്ല പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. ആക്ടിവിറ്റി ഇതാ ഇങ്ങനെയാണ്. ആക്ച്വലി ആദ്യം ഒന്നും വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ആക്ച്വലി അപ്പുറത്തെ സൈഡിലോട്ട് പോയി അവിടെയാണ് അവർ വരിക എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് അങ്ങനെ കുറേ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മളെങ്ങനെയോ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയാലും ചേട്ടൻ ഇറങ്ങി വന്ന് പറയുമോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവരെ കാണാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മൾ അപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇവരുടെ ആക്ടിവിറ്റീസ് നമുക്ക് കാണാനും പ്രോത്സാഹിപ്പിക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റി കേട്ടോ. സച്ചു അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലത്ത് ഇവിടെ സ്ട്രക്ക് ആയിട്ടുണ്ടായിരുന്നു. അവളെല്ലാവരും കൂടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സ്റ്റാഫുകൾ നമ്മൾ താഴെ നിന്ന് അവിടെ നിന്ന്. അവൾക്ക് ഒരു ചെറിയ പേടിയുടെ ഒരു സ്ട്രക്കാണ്. പിന്നെ അവൾക്ക് പറ്റും, അങ്ങനെയാണ് ആ കൈ എടുത്ത് വെക്കി ഈ കാലെടുത്ത് വെക്കി എന്നൊക്കെ പറയുമ്പോഴേക്കും അവൾ പിന്നെ ചെയ്തു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ സനയൊക്കെ ഓൾറെഡി എനിക്ക് ഒരു സർക്കിൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവളവിടെ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രോത്സാഹനമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ പിന്നെ കറക്റ്റായിട്ട് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഒരു റൗണ്ട് ഇങ്ങനെ വന്നതിന് ശേഷം ഇതുപോലെ സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈനിൽ വന്ന് ഇവിടെ ലാൻഡ് ആവും.
അപ്പോൾ ആദ്യം തന്നെ പപ്പ അത് റൗണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ 2 സിപ്പ് ലൈൻ ഉണ്ട്. അപ്പോൾ രണ്ടിലും ഓരോരുത്തരായിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും സനയും കൂടിയിട്ട് ഇങ്ങനെ വന്നു. അതുപോലെ അവരവിടെ നിന്ന് പ്ലാൻ ചെയ്യണം, ഞങ്ങൾ ഒരുമിച്ച് പോകും എന്നൊക്കെ. അപ്പോൾ ഇവർ ആദ്യം കയറി വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഓരോ സർക്കിൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോരോ എന്താ പറയുക ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഈ ഒബ്സ്റ്റക്കിൾസ് പാസ് ചെയ്ത് വന്നിട്ടാണ് നമുക്ക് ആ സിപ്പ് ലൈൻ്റെ അവിടേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ അവർ മൂന്നുപേരും ആദ്യം തന്നെ എത്തിയെന്നേ ഉള്ളൂ. പിള്ളേരിങ്ങനെ പതുക്കെ ഓരോന്ന് ചെയ്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവരെത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവരവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് വരാൻ വേണ്ടി ആദ്യം എന്താ ഉടുങ്കുടും അതുപോലെ തന്നെ ശ്രേയം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സെക്ഷൻ എന്താ പറയാ സച്ചും ശ്രേയം കൂടി വന്നു. ഈ സിപ്പ് ലൈൻ്റെ ഇതുണ്ടല്ലോ, നമുക്ക് എത്ര വേണേലും പോവാട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമുക്ക് അങ്ങോട്ട് പോയിട്ട് വീണ്ടും വരാം. അത് കഴിഞ്ഞ് പിന്നെ സച്ചും ഡുങ്കുടും കൂടി വന്നു. അങ്ങനെ ഓരോരുത്തർ മാറി ഇതൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഇടയിൽ കുറെ ഇത് സ്ലോ മോഷൻസിലൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട്. സ്പീഡിൽ ഇങ്ങനെ വരുമല്ലോ, അതാണ് ഇങ്ങനെ സ്ലോയിൽ കാണുന്നത് കേട്ടോ. സ്പീഡിൽ വരുമ്പോൾ നമുക്ക് അത്രയും കാണുമ്പോൾ ഉള്ള ഒരു ഇതില്ലല്ലോ, സ്ലോ മോഷനും കൂടി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗി ഒക്കെ വേറെ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരോട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അടുത്തത് നമുക്ക് രണ്ടുപേർക്ക് പോകാം, അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും പോകും, അങ്ങനെ പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ സച്ചുവിന് ചേട്ടൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സച്ചു റേസ് പോലെയൊക്കെയാണ് അവർ വരുന്നത്, ആരാദ്യം എത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. നല്ല ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. ആക്ച്വലി നല്ല 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 അടിപൊളി. എനിക്ക് കണ്ടിട്ട് എൻ്റെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിള്ളേർക്കാണെങ്കിൽ സിപ്പ് ലൈനൊക്കെ, ഇത് ചെറിയ സിപ്പ് ലൈനാണ്, അവിടുന്ന് ഇവിടം വരെയുള്ള ഒരു ചെറിയ സിപ്പ് ലൈൻ. ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞത് 2 പോർഷനായിട്ടാണ്. അപ്പോൾ ഒരെണ്ണം അത്ര ചെറിയ ഒബ്സ്റ്റക്കിൾസിന്റെ നമുക്ക് താഴത്തോട്ടുള്ള ഹൈറ്റ് ഒക്കെ ഇച്ചിരി കുറവായിരുന്നു, ചെറിയൊരു സിപ്പ് ലൈൻ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, അതായത് അത് ഇത്തിരിയും കൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതും ഇതുപോലെ അവിടെ സച്ചിനെ അവർ കയറ്റില്ലെന്ന് ഓൾറെഡി ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും കയറായിരുന്നു കേട്ടോ. പക്ഷെ ശ്രേയ എനിക്ക് തോന്നുന്നു ഇച്ചിരി പോയി കഴിയുമ്പോഴേക്കും അവൾക്ക് പറ്റണില്ല എന്ന് പറഞ്ഞു, അവള് പിന്നെ തിരിച്ചിറങ്ങി പോകുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നെറ്റിന്റെ ഒരു ഇത് ഒറ്റ റോപ്പിൽ സിംഗിൾ റോപ്പിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ പോകണം. അങ്ങനെ രസമായിരുന്നു തോന്നുന്നു, കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ പോയി ഹൈറ്റ് ഇങ്ങനെ കുറച്ചേശ്ശെ കയറി പോകും, ഹൈറ്റ് ഇങ്ങനെ കൂടി വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കയറി നമ്മളവിടെ താഴെ നിന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. ആ സിപ്പ് ലൈൻ നല്ല അടിപൊളി, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ വീഡിയോ എടുക്കാൻ, വരുന്നവർക്കിട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പൊ അത് അവർ പറഞ്ഞ് കേട്ട ഒരു എക്സ്പീരിയൻസിൽ വെച്ച് പറയാണ്, അവിടെ നിന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക കുറെ കാട്ടിക്കൂടെ ഇങ്ങനെ വരുന്ന പോലെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു തടാകോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ അത് നല്ല അടിപൊളി സിപ്പ് ലൈൻ ആയിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ എല്ലാവരും സിപ്പ് ലൈനിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയുള്ളൂ. ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ആക്ടിവിറ്റീസ് തന്നെയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു ആക്ടിവിറ്റി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ ഇതുപോലെ കുറച്ച് ടോയ്സ് ഒക്കെ, ഗോ ഏപ്പ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഏപ്പിന്റെ കുറച്ച് എന്താ പറയാ ടോയും കാര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കട്ടെ, നമുക്ക് ഇറിറ്റേഷനുള്ള എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ആക്ടിവിറ്റി എന്തോ ഒരു നമ്മൾ ഈ അതിനെന്താ പറയുന്നതെന്നുള്ള പേര് ഞാൻ മറന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഈ ജീപ്പൊക്കെ അങ്ങനെ ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, റേസിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ ഇൻഡോർ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അവിടെ പോയിരുന്നു. അവിടേക്കാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ഇവിടെയാണ് വന്നത്. പക്ഷെ അവിടെ വന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പീഡ് കണ്ടപ്പോൾ നമ്മൾ പേടിച്ചു. പിന്നെയാണ് ആക്ച്വലി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ ആ പോയ ദിവസം എനിക്ക് തോന്നുന്നു ആഴ്ചയിലെ 2 ദിവസം അവിടെ കോമ്പറ്റീഷൻ ടൈപ്പാണ് നടക്കണേ. അപ്പോൾ അന്നത്തെ ദിവസം കോമ്പറ്റീഷൻ ആയിട്ടാണ് നടക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറ്റലുണ്ടായി, കോമ്പറ്റീഷൻകാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കാരണം നമുക്കത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നമ്മൾ ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞ കടയിൽ കയറി എന്താ പറയുക പിള്ളേർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കുള്ള ഫുഡ് നമ്മൾ കേരള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പിള്ളേരെ കഴിപ്പിക്കാൻ വെച്ചിട്ട് പാടായതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെയാണല്ലോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിച്ചിട്ട് അത് പോയി പിള്ളേരാണ് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റെസ്റ്റോറൻറ്റിൽ പോയി പിള്ളേർ ഇറങ്ങി. അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് മുയലിനെ എങ്ങാണ്ട് കണ്ടിട്ട് അതിന് നോക്കുകയാണ് കേട്ടോ. മുയലിങ്ങനെ ചടിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി അതൊക്കെ എന്താ പറയുക അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ പറഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് റൂമിൽ പോയിട്ട് റൂമിലാണ് നമ്മൾ എന്താ പറയുക നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ വാങ്ങി കൊണ്ടുവച്ചത് അവിടെ ഇരുന്ന് കഴിക്കുമല്ലോ കേട്ടോ ചെയ്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കേരള ഫുഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ പൊതിച്ചോറ്, ബിരിയാണി, അങ്ങനെ പല സാധനങ്ങളായിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാമല്ലോ. പിള്ളേർ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നു, നമുക്ക് അപ്പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. ഈ പറഞ്ഞ പൊതിച്ചോറൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ തന്നെ ഐറ്റംസ് ഉണ്ടല്ലോ. പിന്നെ ഒറ്റൊരു പൊതിച്ചോറ് മേടിച്ചാലും ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അല്ല ഉള്ളത്, നല്ല വലിയ ക്വാണ്ടിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മുടെ ഇന്നത്തെ
ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അത്രയുള്ള വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു വിശേഷങ്ങളായിട്ട് യുഎസിലെ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ.